ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. ബീഫ് പെപ്പർ റോസ്റ്റാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ട അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ കുറേയധികം ബീഫിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ബീഫ് സ്റ്റൂ, ബീഫ് കട്ട്ലറ്റ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. പത്തല്ലി വെളുത്തുള്ളി, 2 ഇഞ്ചിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 20 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചെറിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കണം. ബീഫ് മീഡിയം പീസസ് ആയിട്ട് മുറിച്ച് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഒരു കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പച്ചമുളക് 2-3 ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് നല്ല വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് നീളത്തിൽ കീറിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, കാശ്മീരി ചില്ലിപ്പൊടിയല്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് ഞാൻ വീട്ടിൽ തന്നെ മിക്സിയിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ്. ഇതുപോലെ പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകവും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങനീര് വേണമെങ്കിലും ചേർക്കാം. നാരങ്ങനീരോ വിനാഗിരിയോ ഒക്കെ ചേർത്തിട്ട് ബീഫ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടും. ഇനി കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. മസാലകളെല്ലാം ബീഫിൽ പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിൽ മസാലയെല്ലാം ഒന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടി നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കണം. ബീഫ് മസാല പുരട്ടി വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മീഡിയം തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫിൽ നമ്മളിനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്നുള്ള വെള്ളവും തക്കാളിയിലുള്ള വെള്ളവും എല്ലാം കൊണ്ട് ബീഫ് നന്നായിട്ട് കുക്കായി കിട്ടും. ഈ കുക്കർ മൂടി ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ബീഫ് കുക്കറിൽ വെച്ചതിന് ശേഷം ആദ്യത്തെ വിസിൽ വരുന്നവർ സ്റ്റൗ ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ബീഫിൻ്റെ കുക്കിംഗ് ടൈം നമുക്കത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നാട്ടിൽ കിട്ടുന്ന ബീഫാണെങ്കിൽ കുറച്ച് വേവ് കൂടുതലായിരിക്കും. പുറത്തെല്ലാം കിട്ടുന്ന ബീഫാണെങ്കിൽ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൻ്റെയും കുക്കിംഗ് ടൈം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ പാകം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്ത് അതിനുശേഷം സ്റ്റീം പോകുമ്പോഴാണ് കുക്കർ തുറക്കുന്നത്. കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിവിടെ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നോക്കാം ബീഫ് പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ബീഫ് നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയിട്ട് മൂപ്പിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള നല്ലതുപോലെ മൂത്ത് ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തില്ലെങ്കിൽ കറിക്കൊരു മതിരിപ്പ് തോന്നും. ഇപ്പോൾ സവാളയിലെ മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയെല്ലാം നിങ്ങൾ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊടിയിലെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ബീഫ് കുക്ക് ചെയ്ത സമയത്ത് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ചേർക്കാത്തത്. ഈ സമയത്ത് നമ്മൾ പെപ്പർ പൗഡറും ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
ഇപ്പോൾ പൊടികളെല്ലാം മൂത്തൊരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിൻ്റെ ഗ്രേവിയോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കഴിഞ്ഞ് കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പാൻ ഒന്ന് മൂടി കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാൻ്റെ മൂടിയെല്ലാം മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കറി മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറിയിലെ ഗ്രേവി എല്ലാം വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ബീഫ് എല്ലാം ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പെപ്പർ ബീഫ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്